ഹായ് കൂട്ടുകാരെ, എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വേളൂരി മീൻ പീരയുടെ റെസിപ്പിയുമായിട്ടാണ്. മീനൊക്കെ നമ്മൾ ഇവിടെ നല്ല വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്കായിട്ട് ഒരു ചെറിയ അരമുറി തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു ചെറിയ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് വേണം പച്ചമുളകിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വേളൂരി മീനിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഞാനിവിടെ ഒരു 8 അല്ലി വലിയ വെളുത്തുള്ളിയാണ് ഇട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ചേർത്തതിന് ശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. നമ്മൾ എപ്പോഴും നല്ല മഞ്ഞ കളറിലുള്ള മീൻ പീരയാണ് എപ്പോഴും തയ്യാറാക്കാറുള്ളത്. ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ മുളക് പൊടി ചേർത്ത് കളർ മാറ്റി ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പീരയാണ് കേട്ടോ. ഞാനിങ്ങനെ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് മാത്രമേ മീൻ പീരയിൽ ഇഞ്ചി ചേർക്കാറുള്ളൂ. മഞ്ഞ കളറിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇഞ്ചി ചേർക്കാറില്ല. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയാണ്. അതുകൊണ്ട് നമ്മുടെ മീൻ പീരയ്ക്ക് നല്ല കളർ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കുടംപുളി നമ്മളിവിടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനോട് മാങ്ങയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുടംപുളി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൽ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. സാധാ നമ്മൾ മഞ്ഞ കളറിന്റെ മീൻ പീരയിൽ നമ്മൾ തക്കാളി ചേർക്കാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട്. പിന്നെ നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി. ഇനി ഞാൻ ഇതൊക്കെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീനിലേക്ക് ആ ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യിൽ മീനിന്റെ മുള്ളു കുത്താതെ സൂക്ഷിക്കണേ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. ഞാനിവിടെ ഒരു 3-4 സ്പൂണ് വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുത്തുള്ളൂ. നമ്മുടെ മീനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ടിട്ട് തന്നെ നമ്മളുടെ മീൻ പീര നന്നായിട്ട് വെന്തൊക്കെ വരും. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് സ്പൂണും കൂടെ വെച്ചിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുടംപുളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിന്റെ എല്ലാ ഭാഗത്തേക്കും പുളി വേഗം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മളെ മീൻ പീരയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങി നോക്കിക്കേ, വെള്ളമൊക്കെ ഇരുന്ന് തിളക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അടി കൂട്ടി നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനിലിട്ട് ഇളക്കിയ മീൻ പൊടിഞ്ഞോ ജസ്റ്റ് ആ ചട്ടിയോട് ചേർത്ത് അടിഭാഗം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് പോലെ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ചട്ടി ഒന്ന് തട്ടി കുടഞ്ഞു കൊടുത്താലും മതിയാവും. ഈ മീനായതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളൊരു 2 മിനിറ്റത്തേക്ക് നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മീൻ പീരയാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയോടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മീൻ പീരയൊക്കെ നോക്കിക്കേ, നന്നായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ മുകളിലേക്ക് നന്നായിട്ട് വന്ന്, അപ്പം നമ്മുടെ മീൻ പീരയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി അറിയിക്കാനും ഹൈപ്പ് എന്ന ഓപ്ഷൻ കണ്ട ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.